ഹലോ ഗൈസ്, വെൽക്കം ടു കേസസ് കോഡ്. അപ്പൊ നമ്മൾ വിവരാവകാശ നിയമം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ സുപ്രധാന നിയമത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മുമ്പുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ LDC എസ്കോട്ട് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ LDCയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബാക്കി കുറെ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ, കൂടുതലും നമ്മൾ മെയിൻ ആയിട്ടും അതിന്റെ ആ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും നിർവചനങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ്. ഓക്കെ, രണ്ടാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ അവിടെ ഉൾപ്പെടുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് 3 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ്. ഏറ്റവും കൂടുതൽ PSCയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 3-നും 11-നും ഇടയ്ക്കായിട്ടുള്ള വകുപ്പുകളിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ ഒരു രണ്ടാമത്തെ അധ്യായത്തിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ പോകുന്നത് വകുപ്പ് 3ലേക്കാണ്. ഇവിടെ നമുക്കൊരു പ്രീവിയസ് ഇയർ ചോദ്യം നമുക്ക് ഇവിടെ കിട്ടും. അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉറപ്പ് നൽകുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് എന്നതായിരുന്നു ചോദ്യം. അപ്പൊ നമ്മൾ അവിടെ ഉത്തരം പറയേണ്ടത് എന്താണ്? വകുപ്പ് 3 എന്താണ് വകുപ്പ് 3 പറയുന്നത് എന്ന് ചോദിച്ചാൽ വിവരത്തിനുള്ള അവകാശമാണല്ലേ. വിവരത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് എന്തില് പറയുന്നത്? മൂന്നാമത്തെ വകുപ്പ്, മൂന്നാമത്തെ സെക്ഷൻ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. മൂന്നാമത്തെ വകുപ്പിലാണ് എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ആ സെന്റൻസ് പഠിച്ചു വെച്ചോളൂ. എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? വിവരാവകാശമുണ്ട്. അത് ഏത് വകുപ്പിലാണ് പറയുന്നത്? മൂന്നാമത്തെ വകുപ്പിലാണ്. എങ്കിൽ നാലാമത്തെ വകുപ്പിലേക്ക് ഒന്ന് വന്നേ. നാലാമത്തെ വകുപ്പിൽ എന്താ പറയുന്നത്? പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെ കുറിച്ചിട്ടാണ്. എന്താണ് പൊതു അധികാര സ്ഥാപനം അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാനം എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. അപ്പൊ പൊതു അധികാര സ്ഥാനങ്ങൾ, അതായത് നമ്മളിപ്പോ എന്താണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പോകുന്ന ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, ഒരു സർക്കാർ സ്ഥാപനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടായിരിക്കുമല്ലോ. ആ സ്ഥാപനത്തിനെയല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊതു അധികാര സ്ഥാപനം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ജനറലൈസ് ചെയ്ത് ഒരു സർക്കാർ ഓഫീസ് എന്ന് നമുക്കങ്ങ് പറഞ്ഞാലോ. സർക്കാർ ഓഫീസ്, ഇപ്പൊ വില്ലേജ് ഓഫീസ് ആകാം, താലൂക്ക് ഓഫീസ് ആകാം, ഏത് തരത്തിലുള്ള സർക്കാർ ഓഫീസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു പൊതു അധികാര സ്ഥാപനമായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പോൾ എല്ലാ സർക്കാർ ഓഫീസുകളും അല്ലെങ്കിൽ എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളുടെയും കടമകൾ, ഈ നിയമപ്രകാരം അവർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. 1, എല്ലാ രേഖകളും തരംതിരിച്ചു പട്ടികയുണ്ടാക്കി സൂക്ഷിക്കുക. ആ ഒരു സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ എന്ത് ചെയ്യണം? തരംതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ടേബിൾ ആയിട്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കാരണം ഒരു ആവശ്യത്തിന് ഒരാൾ പെട്ടെന്ന് ഒരു കാര്യം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ഒരു സമയതാമസം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ രേഖകളും തരംതിരിച്ച് പട്ടിക ഉണ്ടാക്കി സൂക്ഷിക്കേണ്ടത്. മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഫയലുകളെല്ലാം കത്തിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഫയലുകളൊക്കെ നശിച്ചു പോയാലും ഇപ്പം എല്ലാ ഡോക്യുമെന്റ്സും എന്താണ്? കമ്പ്യൂട്ടറൈസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ രേഖകളെല്ലാം തന്നെ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർവൽക്കരിക്കുക എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ്? സർക്കാർ ഓഫീസിന്റെ കടമയാണ്. അതുപോലെ പൊതുജനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നയകാര്യങ്ങൾ, ഇപ്പം പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നയങ്ങളൊക്കെ ഈ ഓഫീസുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൊതുജനങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രസിദ്ധീകരിക്കുക അഥവാ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നു. അതൊരു കടമയാണ്. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള കാരണം, അത് ബാധിക്കുന്ന ആളിനെ അറിയിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തീരുമാനം എടുക്കുന്ന പക്ഷം ഇവിടെ നിങ്ങൾക്ക് വിവരാവകാശം, ഈ കാര്യം നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടത്തില്ല, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുക്കുന്ന, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന പക്ഷം അത് എന്ത് ചെയ്യുക? അത് ബാധിക്കുന്ന ആളിനെ അറിയിക്കണം. ഇന്നതാണ് ഈ കാര്യം, ഇതാണ് ഞങ്ങളുടെ മറുപടി എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക?
ആ വ്യക്തിയെ അറിയിക്കുക. അതുപോലെ സ്ഥാപനത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നും ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ, നയകാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ശമ്പള വിവരങ്ങൾ, ബഡ്ജറ്റ് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വമേധയാ എന്ത് ചെയ്യണം? പ്രസിദ്ധീകരിക്കണം. എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ ചുമതല, ഈ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം എന്ത് ചെയ്യുക? സ്വമേധയാ പ്രസിദ്ധീകരിക്കേണ്ടതും ആ ഒരു പൊതു അധികാര സ്ഥാനത്തിന്റെ കടമയാണ്. പിന്നെന്താ പറയുന്നത്? സ്ഥാപനത്തിന്റെ എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധികാരികളെ നിയമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താ പറയുന്നത്? സ്ഥാപനത്തിന്റെ എല്ലാ ഓഫീസുകളിലും, ഇപ്പൊ ഏതൊരു സ്ഥാപനവും ആയിക്കോട്ടെ, ഏതൊരു പൊതു അധികാര സ്ഥാപനവും ആയിക്കോട്ടെ, അതിന് ഏതൊക്കെ തരത്തിലുള്ള ഓഫീസുകൾ ഉണ്ടോ ആ ഓഫീസുകളിലെല്ലാം എന്ത് വേണം? ഒരു പൊതുവിവരാധികാരി, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയും. PIO എന്നാണ് പറയുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊതുവിവരാധികാരി. ഓക്കെ, പൊതുവിവരാധികാരി. ഇത് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കരുത്. വിവരാവകാശ കമ്മീഷണർ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് സർക്കാർ സ്ഥാപനത്തിൽ പോയാലും അവിടെ ആരുണ്ടായിരിക്കണം? ഈ ഒരാളുണ്ടായിരിക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം. സാധാരണ രീതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിട്ട് നിയമിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്നതോ അല്ലെങ്കിൽ ആ ഒരു നല്ല റാങ്ക് ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡ്യൂട്ടി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ കൂടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊക്കെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതലയായിരിക്കും. അപ്പൊ എല്ലാ സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യുക? സർക്കാർ ഒരു പൊതുവിവരാധികാരിയെ നിയമിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഈ വിവരാധികാരികൾ വിവരാർത്ഥിക്ക്, അതായത് വിവരം അപേക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പൊതുവിവരാധികാരികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ഉദ്യോഗസ്ഥനും ആ വ്യക്തിക്ക്, പൊതു അധികാരികൾക്ക് എന്ത് ചെയ്യുക? സഹായം കൊടുക്കുകയും ചെയ്യുക. അതാണ് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ പൊതുവിവരാധികാര സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ പൊതുവിവരാധികാര സ്ഥാപനത്തിന്റെ, പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കടമകൾ മനസ്സിലായോ? മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എല്ലാ ഓഫീസുകളും എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർവൽക്കരിക്കുക. എല്ലാ രേഖകളും കമ്പ്യൂട്ടർവൽക്കരിക്കുക. രേഖകളെല്ലാം പട്ടിക തിരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ ഒരു വിവരാവകാശവുമായി വരുന്ന, അപേക്ഷയുമായി വരുന്നവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മാത്രമാണോ ചെയ്യേണ്ടതല്ല. പൊതുവിവരാധികാരി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ഉദ്യോഗസ്ഥനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, അതാണ് വകുപ്പ് 4 പറയുന്നത്. അപ്പൊ 3 എന്ന് പറയുന്നത് എന്തായിരുന്നു? പൗരന്മാർക്ക് വിവരാവകാശത്തിനുള്ള അവകാശം, എല്ലാ പൗരന്മാർക്കും വിവരാവകാശത്തിനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നതായിരുന്നു വകുപ്പ് 3. വകുപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ ഓഫീസുകളുടെ കടമകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എങ്കിൽ വകുപ്പ് 5 എന്താ പറയുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ പറ്റിയിട്ടാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ആര് വേണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണം, അല്ലെ? അപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് 5ാമത്തെ വകുപ്പിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. അതാ നോക്കൂ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 5 ആണ്. ഈ ആക്ടിന് കീഴിൽ വിവരം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് വിവരം നൽകുന്നതിന് വേണ്ടി അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ഭരണ വിഭാഗ ഓഫീസുകളിലും ആവശ്യമായ ഓഫീസർമാരെ എന്ത് ചെയ്യുന്നു? കേന്ദ്ര, സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർമാരായി നിയമിക്കുന്നു. എന്താണ് ഈ കേന്ദ്ര, സംസ്ഥാന എന്ന് പറഞ്ഞത്? അതായത് ഇപ്പൊ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണെങ്കിൽ അവിടെയുള്ളത് എന്തായിരിക്കും? കേന്ദ്ര തലത്തിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും. ഇനിയിപ്പോ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട, സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ നമ്മൾ പറയുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നായിരിക്കും ഈ നിയമപ്രകാരം വിളിക്കുന്നത്. അതാണ് കേന്ദ്ര, സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞല്ലോ 5ാമത്തെ വകുപ്പിൽ എന്ത് പറയുന്നു? ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കണം. ഒരു ഉദ്യോഗസ്ഥനെ ഓരോ സബ് ഡിവിഷൻ തലത്തിലും അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിലും
കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ. ഇനിയിപ്പോ എല്ലാ ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, പക്ഷെ എന്താണ് ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സബ് ഡിവിഷൻ തലത്തിലോ അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിൽ എന്ത് ചെയ്യുക, കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയോ അല്ലെങ്കിൽ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതാണ് നമ്മൾ പറഞ്ഞത്. കേന്ദ്ര തലത്തിലുള്ള ഓഫീസ് ആണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതു അധികാര സ്ഥാപനമാണെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുന്നത് കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നായിരിക്കും. സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ആണെങ്കിൽ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ ഓരോ സബ് ഡിവിഷൻ തലത്തിലോ അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിലോ എന്ത് ചെയ്യണം, നിയമിക്കണം എന്ന് പറയുന്നു. അതുപോലെ എന്താ പറയുന്നത്, വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ അപ്പീലോ ഒരു കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷനോ ആണ് ലഭിക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ കേന്ദ്രവും സംസ്ഥാനവും എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾ അത് ചിന്തിച്ചു വെച്ചിരുന്നാൽ മതി. സിമ്പിൾ ആയിട്ട് ഓർത്തു പറഞ്ഞാല്, ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുന്നിലാണ് ഒരു അപേക്ഷ അല്ലെങ്കിൽ അപ്പീല് നൽകുന്നതെങ്കിൽ അവിടെ മറുപടി ലഭിക്കാൻ കാലാവധി 5 ദിവസം കൂട്ടേണ്ടതാണ്. അതായത് ഇപ്പം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്ത് ഒരു അപേക്ഷ നമ്മൾ കൊടുക്കുന്നു. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം, വിത്തിൻ 30 days നമുക്ക് അതിനുള്ള റിപ്ലൈ കിട്ടണം. പക്ഷെ നമ്മളിപ്പം ആ ഒരു പരാതി കൊടുക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലാണെങ്കിൽ ഈ നിയമപ്രകാരം പറയുന്നു ഒരു 5 ദിവസം കൂടി കൂട്ടണം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടി ലഭിക്കുന്ന ആ ദിവസം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 5 ദിവസം കൂടി എന്ത് ചെയ്യണം, കൂട്ടി വെച്ചിരിക്കണം. അതാണ് 35 ദിവസം എന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണ് ആ ഒരു നിയമത്തിൽ പറയുന്നത്. ഇനിയിപ്പം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തി അവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 40 എന്ന് കൊടുക്കുകയാണ്. നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ 45 ദിവസം. ഇനി അതിനകത്ത് ഭേദഗതി ഒന്നും വരുത്തിയില്ലെങ്കിൽ 5 ദിവസം എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊന്നും ഓർത്തിരിക്കേണ്ട, ഇപ്പൊ ഇത്ര മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ഒരു അപേക്ഷ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്നതെങ്കിൽ അവിടെ കാലാവധി എന്താണ്, ഒരു 5 ദിവസം പ്ലസ് 5 കൂടി ഡേയ്സ് കൂടി കാണുമെന്ന് ഓർത്തിരിക്കാം. എങ്കിൽ അടുത്ത എന്താ പറയുന്നത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണ്. എന്താണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം, വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് അപേക്ഷകൾ കൈകാര്യം ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കണം. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അവരുടെ കർത്തവ്യങ്ങളുടെ ശരിയായ നിർവഹണത്തിന് ആവശ്യമെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥനിൽ നിന്നും തേടാവുന്നതാണ്. നിങ്ങളിപ്പം ഇതെല്ലാം പഠിച്ചൊരു സർക്കാർ ഓഫീസിൽ പോയി ഇരിക്കുകയാണ്. ആ സർക്കാർ ഓഫീസിൽ ആരുണ്ട്, നിങ്ങളുടെ തലപ്പത്തായിരിക്കും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിങ്ങളുടെ അടുത്തൊരു ആവശ്യം വരികയാണ്, ആവശ്യം പറയുകയാണ്, എനിക്ക് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പോയിന്റ് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ പറയും അത് എന്റെ ഡ്യൂട്ടി അല്ല, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നിങ്ങൾ നിയമത്തെ ലംഘിക്കുകയാണല്ലേ. അതാ പറയുന്നത്, ഇപ്പം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണെങ്കിലോ നിങ്ങളുടെ അടുത്തൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ നിയമപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കണം. അത് നിയമമാണ് അല്ലെ, നിയമത്തിൽ കൂടി പറയുന്ന കാര്യമാണ്. ഇനി പ്രസ്തുത ഉദ്യോഗസ്ഥൻ സഹായം ആവശ്യപ്പെടുന്ന ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എല്ലാ സഹായവും നൽകേണ്ടതാണ്. അത്തരം സഹായം നൽകാത്ത ഉദ്യോഗസ്ഥരെ, ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്കിപ്പം സഹായം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനത്തിന്റെ കാര്യത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി കണക്കാക്കി ശിക്ഷിക്കുവാൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പൊ നിങ്ങൾക്കെതിരായിട്ട് ആ പബ്ലിക് ഇൻഫർമേഷൻ ഒരു ഓഫീസർ എന്ത് ചെയ്യുന്നു, ഒരു കംപ്ലൈന്റ് കമ്മീഷന് മുമ്പാകെ കൊടുത്തു, വിവരാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷന് മുമ്പാകെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യും, ആ ഒരു വിവരാവകാശ കമ്മീഷൻ ശിക്ഷിക്കും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഏത് ജോലി സ്ഥലത്ത് പോയി ഏത് ഓഫീസിൽ പോയി ജോലി ചെയ്താലും അവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ആ ഒരു ഡെപ്യൂട്ടേഷൻ കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുത്തിരിക്കണം, അത് നിങ്ങളുടെ ചുമതലയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മള് ഈ ഒരു നിയമത്തിലെ 3, 4, 5 സെക്ഷനുകൾ പഠിച്ചു അല്ലെ. 3 എല്ലാ പൗരന്മാർക്കും
വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. 4 പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളാണ്. 5 എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിൽ വകുപ്പ് 3 എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ബാക്കി സെക്ഷനുകൾ ഞാൻ പറയുന്ന സെക്ഷൻസ് മാത്രം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്തിരിക്കുക. അതിനകത്ത് മെയിൻ ആയിട്ട് നോട്ടിഫിക്കേഷൻസ്, കാര്യങ്ങളും നോട്ട്സും ഒക്കെ നമ്മൾ അവിടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്